മുഖ്യമന്ത്രി വേദിയിലേക്ക് വരികയാണ്. വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, വിവരങ്ങൾ. മുഖ്യമന്ത്രി ഈ കുഞ്ഞു വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മുഖ്യമന്ത്രിക്കൊപ്പം വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കാർഷിക മന്ത്രിയും ഒക്കെ ഉണ്ട്. മുഖ്യമന്ത്രി വിദ്യാർത്ഥികളോട് സംസാരിക്കുകയാണ്. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ അദ്ദേഹം ഈ വിദ്യാർത്ഥികളെ കണ്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി കിരീടമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കുട്ടികളോട് സംസാരിക്കുകയാണ് അദ്ദേഹം. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന പരിപാടികൾ നടക്കുക. ഏകദേശം 70-ലധികം വരുന്ന 1-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കലവൂരിലെ സ്കൂളിൽ ഇപ്പോൾ 98ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ളത്. ആ വിദ്യാർത്ഥികളെ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലങ്ങളിൽ ഇരുത്തി അവർക്ക് ഈ പേപ്പർ കൊണ്ടുള്ള കിരീടവും അതോടൊപ്പം തന്നെ മധുരവും ഒക്കെ നൽകിയാണ് സ്വീകരിച്ചത്. അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അവരെ സ്റ്റേജിലേക്ക് എത്തിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കാർഷിക മന്ത്രിയും കൂടിയാണ് സ്റ്റേജിന്റെ മുൻവശത്തേക്ക് എത്തിയത്. ഇപ്പോൾ പിണറായി വിജയൻ തന്നെ നേരിട്ട് എത്തി വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയാണ്. എന്തൊക്കെയോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരിയടക്കം കാണുകയും ചെയ്ത വലിയ സന്തോഷവാനാണ് അദ്ദേഹം. പ്രവേശനോത്സവം ഒരു വലിയ ഉത്സവമായി മാറുന്നത് ഇത്തരം കാഴ്ചകൾ കൊണ്ടുകൂടിയാണ്. വിദ്യാർത്ഥികളുടെ കരച്ചിലിനപ്പുറത്തേക്ക് ഒരു സന്തോഷങ്ങൾ നിറഞ്ഞൊരു നിമിഷമായി ഓരോ പ്രവേശനോത്സവവും കടന്നു പോകുന്നു. അതിനുവേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഓരോ സ്കൂളുകളിലെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതൊരു ഉത്സവമാക്കി മാറ്റാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അതിന് ഇത്തവണയും ഒരു മാറ്റവുമില്ല. വളരെ കൃത്യമായ പരിപാടികൾ തീരുമാനിച്ച്, കൃത്യമായ അജണ്ടകൾ തീരുമാനിച്ച് വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും വിദ്യാർത്ഥികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് മധുരം അടക്കം നൽകുക, അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മധുരടക്കം നൽകി സന്തോഷം പങ്കിടുകയാണ്. പേരടക്കം ചോദിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക ഉദ്ഘാടന പരിപാടി തുടങ്ങും. അതിനു മുൻപാണ് ഈ പ്രവേശനോത്സവ ഗാനം കഴിഞ്ഞ ശേഷം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗും ഒക്കെ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് കാണുന്നത്. അദ്ദേഹം കുഞ്ഞുങ്ങളോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. കുരുന്നുകളോടൊക്കെ സംസാരിക്കാനുള്ള ഒരു അവസരം അദ്ദേഹം കാര്യമായി ഉപയോഗിക്കുന്നു. അല്പം മുമ്പാണ് ഈ പ്രവേശനോത്സവത്തിൻ്റെ സ്വാഗതഗാനം എഴുതിയ അടൂരിലെ ഭദ്രാകരി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയത്. ഒരുപക്ഷേ സ്കൂൾ പ്രവേശനോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ അവതരണ ഗാനം തിരഞ്ഞെടുക്കുന്നത്. ഭദ്രാകരി, കൺഗ്രാജുലേഷൻസ്. ഒരുപക്ഷേ ഏറ്റവും ഈ അധ്യയന വർഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ഈ ഭദ്രാകരിയായിരിക്കും. കാരണം അസാധാരണമായ ഒരു സാഹചര്യം, ഒരു ഭാഗ്യം ആ കുട്ടിയെ തേടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം മുഖ്യമന്ത്രി വേദിയിലേക്ക് കയറും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, അതുപോലെ പി ചിത്തരഞ്ജൻ MLA, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങിയവരൊക്കെ തന്നെ വേദിയിലുണ്ടാകും. മുഖ്യമന്ത്രി പ്രവേശനോത്സവം ഔപചാരികമായി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. അദ്ദേഹം വേദിയിലേക്ക് കടക്കുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിലമ്പൂരിൽ അദ്ദേഹം LDFിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം നേരെ ആലപ്പുഴയിലേക്ക് വരികയായിരുന്നു. കലവൂരിൽ വലിയൊരു ജനാവലി ഈ പരിപാടിക്ക് സാക്ഷ്യം വയ്ക്കാൻ എത്തിയിട്ടുണ്ട്. മഴയൊക്കെ മാറി നിൽക്കുകയാണ്. ഇന്നലെ വരെയും കനത്ത മഴയായിരുന്നു ആലപ്പുഴയിൽ. എന്നാൽ മഴയൊക്കെ മാറി തെളിഞ്ഞ ആകാശം, തെളിഞ്ഞ പ്രഭാതം. ഈ വേളയിൽ ഒരുപാട് കുരുന്നുകൾ തുള്ളിക്കളിച്ച് വളരെ ആർഭാടമായി വളരെ ആർമാദിച്ച് സ്കൂളിലെത്തുകയാണ്. കണ്ടില്ലേ, ഈ കുട്ടിയൊക്കെ വരുന്ന വരവ് കണ്ടാൽ അവൻ എന്തോ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങൾ അവരുടെ മുഖത്ത് പൊഴിക്കുന്ന ചിരികൾ, അതുപോലെ തന്നെ ആയിരങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇന്ന് ചിറകുകൾ വയ്ക്കും. മുഖ്യമന്ത്രി വേദിയിലേക്ക് വരികയാണ്. അല്പസമയത്തിനകം അദ്ദേഹം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരുപക്ഷേ മുഖ്യമന്ത്രിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങാണിത്. കുട്ടികളെയൊക്കെ കാണുക, കുരുന്നുകളെയോട് സംസാരിക്കുക, ഒരു തലമുറയോട് സംവദിക്കാൻ കിട്ടുന്ന അവസരമാണ്. മാത്രമല്ല അവരെ നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ സ്കൂളിന് പുറത്തുണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളും ഒക്കെ തന്നെ കുട്ടികളെ പിടിച്ചെടുക്കാനായിട്ട് വട്ടം ചുറ്റി നടക്കുന്ന ഈ വേളയിൽ രക്ഷകർത്താക്കളും അധ്യാപകരും PTAയും ഒക്കെ തന്നെ വളരെ കർക്കശമായ തീരുമാനം വേണം. അവരെല്ലാവരും ചേർന്ന് ഒരു കവചം സ്കൂളിന് തീർത്തു കൊടുക്കണം. ഈ സ്കൂളിന് മാത്രമല്ല എല്ലാ സ്കൂളിനും അത്തരം ഒരു കവചം വേണം. ഈ കവചം ഭേദിക്കാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയായിരിക്കും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രഭാഷണം നടത്തും. എന്തായാലും പ്രവേശനോത്സവം നല്ല കാലാവസ്ഥയിലാണ് അവിടെ നടക്കുന്നത്. കലവൂരിലെ സ്കൂളിലാണ് ഇത്തവണ ഈ പ്രവേശനോത്സവം സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനത്തിന് ഭാഗ്യം കിട്ടിയത്. ഒരുപാട് കുട്ടികൾ, അവ മാത്രമല്ല കുട്ടികളുടെ കലാപരിപാടികളൊക്കെ തന്നെ ഉണ്ട്. കുരുന്നുകളുടെ പ്രകടനങ്ങളിലുണ്ട്. വളരെ കുരുന്നുകൾക്കെല്ലാം ഇന്ന്
തലപ്പാക്കെട്ട് ബിരിയാണി എന്ന് പറയുന്ന പോലെ തലയെക്കെട്ടുമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് ആഭരണങ്ങളൊക്കെ കുട്ടികൾക്കുണ്ട്. കുട്ടികൾക്കാണ് ഇന്ന് ഏറ്റവും സന്തോഷം. പ്രത്യേകിച്ച് 3 ലക്ഷം കുട്ടികൾ സംസ്ഥാന തലത്തിൽ ഇന്ന് സ്കൂളിലെത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നത് നേരാണ്. പക്ഷേ ഇത്തവണ 3 ലക്ഷം കുട്ടികളുണ്ട്. അവൻ്റെ പെർഫോമൻസ് നന്നായി.